ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്നേ നമ്മുടെ വിവോ X200 FEക്ക് നമ്മുടെ ഒറിജിനോയിസ് 6ന്റെ നമ്മുടെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എനിക്ക് ആക്ച്വലി ഓൾറെഡി നമ്മുടെ വിവോ X200 പ്രോയിൽ നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി വന്നു തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ വിവോൻ്റെ തന്നെ ഒറിജിനോയിസിൻ്റെ ട്രയൽ വെർഷൻ ആണ് കേട്ടോ പോന്നിരിക്കുന്നത്. ട്രയൽ എന്ന് പറഞ്ഞാൽ ഫുള്ളി സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിനെ വേണമെങ്കിൽ സ്റ്റേബിൾ വെർഷൻ എന്ന് വിളിക്കാം. എന്താ വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് പബ്ലിക് വെർഷൻ ആണ്, വലിയ ഡിഫറൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് പോലും വലിയ ബഗ്സുകളോ സംഭവമൊന്നും ഇതിലോട്ട് റിപ്പോർട്ടും കാണുന്നതായിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ഒരു 99.9 നോക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്റ്റേബിൾ വെർഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ വെർഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഇഷ്യൂസും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ആയിട്ടില്ല. ഇപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ X200 FEക്ക് നമുക്ക് ആക്ച്വലി ഈ രണ്ട് സാധനം കിട്ടിയിട്ടുണ്ടെന്നില്ല. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എന്താ പറയുക പ്രിവ്യൂ വെർഷൻ ഒന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിക്വസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ലാഗ് ഉണ്ട്, കുറേ പേർക്കൊന്നും കിട്ടുന്നില്ല, കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. അത് ഇനി അവരുടെ OT അപ്ഡേറ്റിൻ്റെ സെർവറിൻ്റെ ഇഷ്യൂ ആണോ? നിങ്ങൾക്ക് ആക്ച്വലി ഇതേപോലെ നോർമൽ ഇതിൽ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഇവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. അവർ പറയുന്നത് ഓൾമോസ്റ്റ് സ്റ്റേബിൾ വെർഷൻ തന്നെയാണ്, നിങ്ങൾക്ക് ട്രയൽ വെർഷൻ സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ എനിക്കിതിന് മുമ്പും ഇതുപോലെ തന്നെ നോർമൽ നമ്മുടെ ഫൺ ടച്ച് OS 15 ആയ സമയത്ത് അതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് എനിക്ക് ഇതുപോലെ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ട്രയൽ വെർഷൻ നോക്കിയപ്പോഴാണ് അതിൽ മാത്രം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ സപ്പോർട്ട് ത്രൂ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് സ്റ്റേബിൾ വെർഷൻ തന്നെ പറയാം, അല്ലെങ്കിൽ സ്റ്റേബിൾ വെർഷൻ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത് നേരിട്ട് ചെയ്യാൻ. നമ്മൾ കമൻറ്റ് റിപ്ലൈ കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നോർമൽ സ്ഥലത്ത് പോയിട്ട് അതായത് സ്റ്റേബിൾ ഇതാണല്ലോ നമ്മുടെ എന്താ പറയുക അപ്ഡേറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്ഡേറ്റ് സെക്ഷനിൽ പോയിട്ട് ഇപ്പോൾ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് വേർഷൻ ട്രയൽ നോക്കാം. വേർഷൻ ട്രയലിൽ ഈ സാധനത്തിലാണ് നമുക്ക് വരേണ്ടത്. ഇതിൽ ആക്ച്വലി നമുക്ക് ട്രയൽ വേർഷനും വന്നിട്ടില്ല, ഇപ്പം എൻ്റെ ഈ മോഡലിൽ ട്രയൽ വേർഷനും വന്നിട്ടില്ല. പക്ഷേ X200 FEയിലും വന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ വെർഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് സംഭവം. സ്റ്റേബിൾ വെർഷൻ എന്ന് പറയാനും പറ്റില്ല, അല്ലെങ്കിൽ ബീറ്റ വെർഷൻ എന്ന് പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ട്രയൽ വെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റേബിൾ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്യൂ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് പോലും ബഗ്സോ അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊന്നും റിപ്പോർട്ടായിട്ടില്ല. അതുപോലെ തന്നെ ഓക്സിനോയിസ് ആയിക്കോട്ടെ, അതിൻ്റെ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക, അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി അത് ഡയറക്റ്റ് പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നപ്പോൾ, അതായത് സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നപ്പോൾ ഒരു 50 MB ഉണ്ടാകുന്നുള്ളൂ. 50 MB ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഡയറക്റ്റ്ലി അത് സ്റ്റേബിളായി. അങ്ങനെയാണ് വരിക. നിങ്ങൾ ഓൾറെഡി ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് വരാൻ പോകുന്നത് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആയിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ വെർഷൻ മാറിയിട്ട് സ്റ്റേബിൾ വെർഷൻ ആവും. അങ്ങനെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ട്രയൽ വെർഷൻ വന്നവർക്കും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അല്ല, ഇപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്യൂസും കാണുന്നില്ല. പക്ഷേ ഇത് കുറേ പേർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. X200 Pro സീരീസുകൾക്ക് പോലും കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. അത് ഇതിൻ്റെ ഇഷ്യൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കുറേ എല്ലാം OT അപ്ഡേറ്റ് ത്രൂ ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെർവർ ഇഷ്യൂ കാരണം എന്താ വെച്ചാൽ ബൾക്കായിട്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ, ഒരു ലാഗ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഇതിൽ കിട്ടുന്നില്ലെങ്കിൽ ട്രയൽ വെർഷനിൽ നോക്കി നോക്കുക. അതിലും വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി വിവോൻ്റെയിൽ നമുക്ക് വേണമെങ്കിൽ ഓഫ്ലൈനിലും ചെയ്യാൻ പറ്റും, ഓൺലൈനിലും ചെയ്യാൻ പറ്റും. അതായത് OT അപ്ഡേറ്റ് ത്രൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ അത് വേണ്ട, അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റ് നല്ല സ്പീഡില്ലാത്ത നെറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എറേഴ്സ് വരാനുള്ള ചാൻസ് നമ്മുടെ ഓൺലൈനായിട്ടും കൂടുതലാണ്. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒറിജിനോയിസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ലുക്ക് ആൻഡ് ഫീലും ആനിമേഷൻ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ചില സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ X200 Pro നമ്മൾ സെയിൽ ചെയ്തുട്ടാ. അത് നമ്മളന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, അത് അന്നത്തെ ദിവസം തന്നെ പോയി. അപ്പോൾ കുറേ പേര് അത് എന്താ പറയുക മെസ്സേജ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പിൽ. അപ്പോൾ അത് ഇനി മെസ്സേജ് അയക്കാൻ കേട്ടോ. അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി, അന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനി X300 Pro വരുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലുണ്ട്, പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ താഴെ നോക്കിയാൽ മതി, എല്ലാ സംഭവവും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.